ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളിലൊന്നായ മൊസാദ് എന്ന ഇതിഹാസ രഹസ്യാന്വേഷണ ഏജൻസിയുള്ള ഇസ്രയേലിനെ ഇറാൻ തോൽപ്പിച്ചു. പുറത്തു നിൽക്കുന്നവരല്ല, സാക്ഷാൽ ഇസ്രയേൽ ജനത തന്നെയാണ് അതെ എന്ന് പറയുന്നത്. ജെറുസലേമിലെ ഹീബ്രു യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ 92% ഇസ്രയേലികളും പറയുന്നത് ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണെന്നാണ്. നെതന്യാഹുവിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷക്കാരായിട്ടുള്ള 93% പേരും ഇത് തന്നെ ആവർത്തിക്കുന്നു. അമേരിക്കയ്ക്ക് പിന്നാലെ ഇസ്രയേലികളുടെയും ഹീറോ ആയി ഇറാൻ മാറുന്ന ഈ ഞെട്ടിക്കുന്ന കാഴ്ചയ്ക്ക് പിന്നിൽ എന്താണ് കാരണം? സൈനികമായി അജയ്യരായ ഇസ്രയേൽ ഈ മാനസിക യുദ്ധത്തിൽ എങ്ങനെ തോറ്റു? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? നേർക്കുനേർ നിന്ന് പോരാടുന്ന പരമ്പരാഗത യുദ്ധത്തിലല്ല ഇസ്രയേൽ പരാജയപ്പെട്ടത്, മറിച്ച് ഇറാന്റെ അതിബുദ്ധിപരമായിട്ടുള്ള നരേറ്റീവ് വാർഫെയറിലാണ് ഈ ഇസ്രയേൽ പരാജയപ്പെട്ടത്. അതായത് എത്ര അടി കൊണ്ടാലും ഇറാൻ പിന്നെയും ആ അടിയിൽ നിന്ന് അടിപതറാതെ എഴുന്നേറ്റ് വരും എന്നുള്ള ഒരു പ്രതീതി ഇറാന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതിൽ വലിയ പങ്ക് മാധ്യമങ്ങളും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ നരേറ്റീവ് വാർഫെയറിൽ ഇറാൻ മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു പ്രതീതി ലോകമെമ്പാടും ഇറാന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു തിരിച്ചടി ആയിട്ടുമുണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇറാന്റെ അസമെട്രിക് വാർഫെയർ അഥവാ നിഴൽ യുദ്ധം. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവരെ ഉപയോഗിച്ച് ഇറാൻ തീർത്ത റിംഗ് ഓഫ് ഫയർ ഇസ്രയേലിന്റെ സാമ്പത്തിക ഭദ്രതയും പ്രതിരോധത്തെയും തളർത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇറാൻ അവരുടെ മണ്ണിൽ അടിവാങ്ങി കൂട്ടുമ്പോഴും ഇസ്രയേലിനെതിരെ കനത്ത രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ബന്ദികളെ മോചിപ്പിക്കുക, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ വന്നതോടെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ജനപ്രീതി വെറും 26.5% കൂട്ടുകൂട്ടി. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കാണുന്ന നെതന്യാഹു സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമത്തിലാണിപ്പോൾ. ഇതിനിടയിലാണ് അമേരിക്കയുടെ അതിവിദഗ്ധമായിട്ടുള്ള ഇരട്ടത്താപ്പ് നയം കൂടി പുറത്തു വരുന്നത്. ഒരിടത്ത് നെതന്യാഹുവിനെ പോരാളി എന്നൊക്കെ വിളിച്ച് അമേരിക്കൻ വലതുപക്ഷത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കയ്യിലെടുക്കുമ്പോൾ, മറുവശത്ത് വൈസ് പ്രസിഡന്റ് JD വാൻസിനെ സ്വിറ്റ്സർലാൻഡിലേക്ക് അയച്ച ഇറാനുമായി 60 ദിവസത്തെ സമാധാന കരാർ ഉണ്ടാക്കുകയാണ് അമേരിക്ക. ഹോർമൂസ് കണ്ടെടുക്ക ഇറാൻ അടച്ചുപൂട്ടിയാൽ എണ്ണവില കുതിച്ചുയരുകയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം അത് ഭയന്നിട്ടാണ് ട്രംപ് ഈ ഒരു കരാറിലേക്ക് എത്തുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു സമാധാന നീക്കങ്ങളെ അട്ടിമറിക്കാനാണ് നെതന്യാഹു ലബനനിൽ ഇപ്പോൾ സൈനിക നടപടി തുടരുന്നത്. ഇറാനെ പ്രകോപിപ്പിച്ച് അമേരിക്കയെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുക എന്ന അപകടകരമായിട്ടുള്ള ചൂതാട്ടമാണ് നെതന്യാഹു ഇപ്പോൾ നടത്തുന്നത്. നെതന്യാഹുവിന്റെ ഈ തന്ത്രം പാളുകയും അമേരിക്ക ഇറാൻ സമാധാന കരാർ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്താൽ അത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇസ്രയേൽ എന്ന ഒറ്റ ശക്തിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം പശ്ചിമേഷ്യയിലെ ഏറ്റവും നിർണായക ശക്തിയായി ഇറാനെ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ ഉണ്ടായേക്കാം. സൈനികമായ മേൽക്കൈ ഉണ്ടായിട്ടും ഒരു രാജ്യത്തിന് തങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസവും മാനസിക വിജയവും എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പാഠമായി ഈ യുദ്ധം ചരിത്രത്തിൽ രേഖപ്പെടുത്തും.